രണ്ട് കൈയും രണ്ട് കാലുമില്ലാതെ ജനനം. ഒന്നും മറിഞ്ഞു വീണാൽ എഴുന്നേൽക്കണമെങ്കിൽ മറ്റൊരാളുടെ സഹായം കൂടി മാത്രം. ഇങ്ങനെ ജനിച്ചു വീണ കുട്ടിയാണ് നിക്ക് വൈജക്. സ്കൂളിലും ചുറ്റുപാടും എല്ലാവരുടെയും കൗതുക കഥാപാത്രം. ഈ ബലഹീനതയുടെ വേദനയിൽ സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ച കുട്ടി പിൽക്കാലത്ത് ഒരുപാട് ആളുകളുടെ പ്രതീക്ഷയുടെ പ്രചോദനമായി മാറി. കൈയും കാലുമില്ലെങ്കിലും പല കാര്യങ്ങളും നിക്ക് പഠിച്ചെടുത്തു. നീന്താൻ പഠിച്ചു, ഡ്രം അടിക്കാൻ പഠിച്ചു, ഗോൾഫ് കളിക്കാൻ പഠിച്ചു, വോളിബോൾ എടുത്തെറിയാൻ പഠിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. നിക്കിൻ്റെ അമ്മ ഒരിക്കൽ കാണിച്ച ഒരു പത്രവാർത്ത നിക്കിൻ്റെ ജീവിതത്തെ വഴിത്തിരിവിലെത്തിച്ചു. തന്നെ പോലെ അംഗവൈകല്യമുള്ള ആളുടെ ദയനീയ അവസ്ഥയെക്കുറിച്ചായിരുന്നു ആ വാർത്ത. അതിനുശേഷം നിക്ക് തന്നെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. 78ഓളം രാജ്യങ്ങളിൽ സഞ്ചരിച്ച് 3500ഓളം വേദികളിൽ ഒരുപാട് പ്രതീക്ഷ നഷ്ടപ്പെട്ട ആളുകളുടെ പ്രതീക്ഷയുടെ വാക്കായിക്കൊണ്ട് നിക്ക് സംസാരിച്ചു തുടങ്ങി. ബെസ്റ്റ് സെല്ലറായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുടെ രചയിതാവായി, മോട്ടിവേറ്ററും സംരംഭകനുമൊക്കെ ആയിക്കൊണ്ട് ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന നിക്കിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ശരീരം നമ്മുടെ പരിധിയല്ല, മറിച്ച് നമ്മുടെ മനസ്സാണ് പരിധി എന്നാണ്.